വാർത്തകൾ തുടർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനും മത്സരിക്കും. മണ്ഡലത്തിൽ റബ്ബർ വിഷയം ചർച്ചയാക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വില വർധനവ് ഉണ്ടാകുമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ് ലഭിച്ചുവെന്നും തുഷാർ അറിയിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ കാൻഡിഡേറ്റായിട്ട് ഞങ്ങൾ സംഗീത വിശ്വനാഥനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിയമസഭാ ഇലക്ഷൻ മത്സരിച്ചതാണ്. സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ ഇന്നലെ കൂടി തീരുമാനമെടുത്തു. നാളെ മുതൽ അഡ്വക്കേറ്റാണ് സംഗീത വിശ്വനാഥൻ അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഡിക്ലറേഷൻ നിങ്ങൾ ഇന്നലെ യഥാർത്ഥത്തിൽ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് വൈകുന്നേരം ചെയ്യാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന വേദി വെച്ചിട്ട് സുരേന്ദ്രൻജി എൻ്റെ അത് പറഞ്ഞതുകൊണ്ട് രാവിലെ പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോട്ടയത്താണ് ഞാൻ മത്സരിക്കുന്നുള്ള പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. പ്രശാന്ത് തോട്ടുങ്കൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, നേരത്തെ പറഞ്ഞിരുന്നത് റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കും, താങ്ങുവില വർദ്ധിപ്പിക്കും, അതിനുശേഷം ഞാൻ സ്ഥാനാർത്ഥിയായി എൻ്റെ പേര് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്നാണോ തുഷാർ പറയുന്നത്? ഇന്നലെയും തുഷാർ നമ്മളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രധാനമായും പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിലവർദ്ധന സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പീയൂഷ് ഗോയലുമായിട്ടും JP നദ്ദയുമായി സംസാരിച്ച അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ ഇടുക്കി മണ്ഡലത്തിലെയും ഒപ്പം കോട്ടയം മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണെന്നുണ്ടായത്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കും. ഇടുക്കിയിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. മാത്രമല്ല 18-ാം തീയതി കോട്ടയത്ത് നടക്കുന്ന കൺവെൻഷനോട് കൂടി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എന്തായാലും തുടക്കമിടുക എന്നാണ് തുഷാർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല റബ്ബർ വിഷയവും ടൂറിസം വികസനവും അടക്കമുള്ള വിഷയങ്ങൾ പ്രധാന ചർച്ചാ വിഷയമായി കൊണ്ടുവരും. മാത്രമല്ല പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള ഒരു വലിയ മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ ജനങ്ങളെ പറഞ്ഞ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. കാരണം മൂന്ന് പ്രാദേശിക കക്ഷികൾ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉള്ളവർ തന്നെയാണ് ദേശീയ തലത്തിൽ എത്തുമ്പോൾ. അതുകൊണ്ട് ജനങ്ങളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വോട്ട് തേടാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയുടെ സംഗീത വിശ്വനാഥൻ നമ്മളോടൊപ്പമുണ്ട്. BDJന്റെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ് അവർ. ആ ഒരു പരിചയം വെച്ചാണ് അവർ ഇടുക്കിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. എന്തായിരിക്കും ഇടുക്കിയിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ മോദിയുടെ പ്രഭാവവും മോദിയുടെ ഗ്യാരണ്ടിയുമായിട്ട് ഇന്ന് കേരളം ഒരുപാട് മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇടുക്കിയുടെ നിയമസഭാ മണ്ഡലത്തിൽ മുന്നേ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു, മത്സരിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വിജയിച്ച് വന്നവരൊക്കെ മാറി മാറി വിജയിച്ച് വന്നവരൊക്കെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെ കാര്യമായിട്ടൊരു പരിഹാരം നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ വിഷയവും ഒച്ചിൻ്റെ വേഗത്തിലാണ് അത് നീങ്ങുന്നത്. അപ്പം അതിനെല്ലാം ഒരു കൃത്യമായ പരിഹാര മാർഗം കാണാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ഈ സാഹചര്യം മുതലാക്കിക്കൊണ്ട് തന്നെ മുന്നേറാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇടുക്കി മണ്ഡലത്തിൽ മത്സരത്തിൽ ഇറങ്ങുന്നത്. തൃശ്ശൂർ സ്വദേശിയാണെങ്കിലും ഇടുക്കി മണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ഹോംവർക്കോട് കൂടി തന്നെ ഇറങ്ങാനാണ് സംഗീത വിശ്വം തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ BDSന്റെ 4 സീറ്റുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രചരണ രംഗത്തേക്ക് ഈ സ്ഥാനാർത്ഥികൾ സജീവമാകും. BDJന്റെ 4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കും.